വന്ദേ മാതരം ഗീതം ആലപിക്കുന്നതിനെ അനുകൂലിച്ചും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നിലപാടുകളെ രൂക്ഷമായി വിമർശിച്ചും BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി രംഗത്തെത്തി. വന്ദേ മാതരം ആലപിക്കുന്നത് മുസ്ലിങ്ങളുടെ വിശ്വാസത്തിന് എതിരാണെന്ന പ്രചാരണം തെറ്റാണെന്നും അദ്ദേഹം കോഴിക്കോട് നടന്ന BJP പരിപാടിയിൽ വ്യക്തമാക്കി. പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ മൗലാന അബ്ദുൽ കലാം ആസാദ് വന്ദേ മാതരം ഗാനത്തിന്റെ വലിയ ആരാധകനായിരുന്നുവെന്നും അദ്ദേഹം ഇത് പാടി നടന്നിരുന്നുവെന്നും അബ്ദുള്ളക്കുട്ടി ഓർമ്മിപ്പിച്ചു. വന്ദേ മാതരത്തിലെ 2 ചരണങ്ങൾ മാത്രം ആലപിക്കാനുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ തീരുമാനം രാജ്യവിരുദ്ധവും കടുത്ത പ്രീണന രാഷ്ട്രീയവുമാണ്. വന്ദേ മാതരത്തെ അംഗീകരിക്കാതിരുന്നത് മുഹമ്മദ് അലി ജിന്നയായിരുന്നുവെന്നും വന്ദേ മാതരത്തെ പിളർത്തുന്ന നിലപാട് സ്വീകരിച്ചാണ് അദ്ദേഹം ഇന്ത്യയെ വിഭജിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇസ്ലാമിലെ ഈമാൻ കാര്യങ്ങളിൽ ഒന്ന് എല്ലാ പ്രവാചകന്മാരെയും ബഹുമാനിക്കലാണെന്നും ശ്രീരാമനും ശ്രീകൃഷ്ണനും ദുർഗയും ലക്ഷ്മിയും എല്ലാം പ്രവാചക ഗുരുപരമ്പരയിൽപ്പെട്ടവരാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വന്ദേ മാതരത്തോട് സോണിയാഗാന്ധി വലിയ നന്ദികേടാണ് കാണിച്ചതെന്നും രാജ്യം അവരെ വലിയ നേതാവായി കണ്ടിട്ടും ഭാരതത്തെ അവർ അപമാനിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എല്ലാ സർക്കാർ പരിപാടികളിലും വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന കേന്ദ്ര സർക്കാർ തീരുമാനം നിലനിൽക്കെ കോൺഗ്രസ് ഇതിനെ അവഗണിക്കുകയാണെന്നും അദ്ദേഹം പ്രസംഗത്തിൽ വ്യക്തമാക്കി.